കർണാടകയിൽ വിനോദയാത്രയ്ക്കിടെ നദിയിലേക്ക് ചാടിയ ഡോക്ടറെ കാണാതായി. കൊപ്പലിലാണ് സംഭവം. ഹൈദരാബാദ് സ്വദേശി അനന്യ മോഹൻ റാവുവിനെയാണ് കാണാതായത്. അനന്യ നദിയിലേക്ക് ചാടുന്ന ദൃശ്യം പുറത്തുവന്നു. അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇത് ചാടിയതെന്ന് പറയുമ്പോൾ ഒരു വിനോദസഞ്ചാരത്തിന് എത്തിയപ്പോൾ അങ്ങനെയാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെ ചാടിയതാണോ? മനസ്സിലാകുന്നില്ല. കീർത്തന, കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര നദിയിലാണ് ഈ അപകടമുണ്ടായത്. നിലവിൽ ഇപ്പോൾ അപകടം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള ഡോക്ടറാണ് അനന്യ മോഹൻ റാവു എന്നാണ് പേര്. ഇവർ സുഹൃത്തുക്കൾക്കൊപ്പമാണ് അവിടെ ടൂർ വന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആ നദിയിലേക്ക് അനന്യ എടുത്ത് ചാടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതെന്താണ് അതിൻ്റെ കാരണമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത കുറവുണ്ട്. ഒരു തമാശക്ക് ഈ ടൂറിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി എടുത്തു ചാടിയതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള എന്തെങ്കിലും പന്തയത്തിൻ്റെ ഭാഗമായി എടുത്തു ചാടിയതാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം ആ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തന്നെ ആ ചാടുന്ന സമയത്ത് സുഹൃത്തുക്കൾ കൗണ്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. 1, 2, 3 എന്ന നിലയിൽ കൗണ്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പന്തയം വെച്ചതിൻ്റെ ഭാഗമായി എടുത്ത് ചാടിയതാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും ഇപ്പോൾ അനന്യയെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യ പരിഗണന എന്നതാണ് പോലീസ് പറയുന്നത്. അവിടെ ഈ പ്രത്യക്ഷത്തിൽ ജലനിരപ്പ് കുറവാണെന്ന് തോന്നുമെങ്കിലും നല്ല അടിയൊഴുക്കുള്ള ഒരിടമാണ് ആ നദിയുടെ ഭാഗമെന്നാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഇതുവരെ അനന്യയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാട്ടുകാരും ഫയർഫോഴ്സ് എല്ലാം ചേർന്ന് അവിടെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ചലഞ്ചിന്റെ പുറത്ത് ചാടിയതായിരിക്കും. കാരണം അരുൺ പൂപ്പറമ്പ് പറയുന്നുണ്ട് കൗണ്ട് ഡൗൺ 1, 2, 3 എന്നൊക്കെ പറയുന്ന ഓഡിയോയിലുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചാലഞ്ചിന് പുറത്ത് ചാടിയതായിരിക്കാം. പക്ഷേ കാര്യം കൈവിട്ടു പോയി. ഇപ്പോൾ കാണുന്നില്ല. തെരച്ചിൽ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.